ദിക്ർ ചൊല്ലാണെങ്കിലും അങ്ങനെയല്ലേ, അങ്ങനെയല്ല. പള്ളിയിൽ നമ്മൾ ദിക്ർ കേൾക്കുക, എന്നിട്ട് പറയും ഇതാണ് ദിക്റിന്റെ മജ്ലിസ്, ഇവരാണ് ദിക്ർ. നമ്മൾ പറഞ്ഞു അതല്ല, അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനയുമില്ല എന്ന് ഹൃദയത്തിൽ തെറ്റിപ്രതിജ്ഞ എടുത്തോ, ധാരാളമായി ദിക്ർ ചൊല്ലിക്കോ. അത് എങ്ങനെ ചൊല്ലണമെന്ന് അല്ലാഹനെ ചീത്ത പറയുന്ന പോലെ വേണ്ട. ഹാഹു ഹീ ഹയ്യുൻ ഹാഹു ഹീ ഹയ്യുൻ. അങ്ങനൊന്നും പറയണ്ട, വഹാബികളെ കളിയാക്കണ്ട. അതിനൊക്കെ വിശാലമായ അർത്ഥമുണ്ട്. ഹാ എന്ന് പറഞ്ഞ ലാ ഇലാഹ ഹ, ഹൂ എന്ന് പറഞ്ഞ ഇല്ലല്ലാഹുന്റെ ഹു, ഹി എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹി. ഹാഹു ഹീ ഹയ്യുൻ. ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാകുന്നു. അതിനേക്കാൾ വലിയൊരു മഹത് വചനമില്ല, അതിനേക്കാൾ വലിയൊരു ദിക്റുള്ള സത്യം തന്നെയാണ് ആ ദിക്ർ. നമ്മൾ ചൊല്ലുമ്പോ കൂട്ടത്തിൽ ഈ ദിക്ർ ചെല്ലാറുണ്ട്. അങ്ങനെ കുറെ ദിക്ർ കോഡ് ഭാഷ, ചില കോഡ് ഭാഷയുള്ള ദിക്ർ എല്ലാവരും ഷോർട്ട് ദിക്റുകൾ. അപ്പോ ചില ആളുകളൊക്കെ സംശയം പ്രകടിപ്പിച്ച് ഇതെന്താ ഇങ്ങനെ ലാഹിന്റെ സലാത്തിന്റെ ഖുർആന്റെ പിന്നെ പറയാ ഹാ ഹൂ ഹി ഹി ഹൂ അങ്ങനെയൊക്കെ ചില ഭാഷ ആർക്കും തിരിയാത്ത ഭാഷ. പക്ഷേ അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളും വലിയ വലിയ ഉദ്ദേശങ്ങളും വലിയ വലിയ മർത്തബകളുമുണ്ട് എന്ന് ആധുനിക ലോകത്ത് വെച്ച് നമുക്ക് ആരുടെ മുമ്പിലും ആണത്തരത്തോടെ പറയാൻ പറ്റും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതന്നെ ഇസ്ലാമത. ഇസ്ലാമതല്ലാത്തൊരു സുന്നത്ത് ജമാഅത്തില്ല, സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു ഇസ്ലാമില്ല, വേറൊന്നുമില്ല. ഇസ്ലാം മുഴുവൻ സുന്നത്ത് ജമാഅത്താണ്, സുന്നത്ത് ജമാഅത്ത് മുഴുവൻ ഇസ്ലാമാണ്, വേറൊന്നും ഇല്ല. അപ്പോ ആ ദിക്ർ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ ദിക്ർ അത് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ, വലിയ വലിയ ഡിഗ്രികളിലേക്ക് എത്തപ്പെടാനുള്ള ദിക്റായിരുന്നു. കാരണം ഇപ്പോ ഇന്റർനെറ്റ് യുഗം വന്നപ്പോ ഓരോരുത്തരെയും പരിചയപ്പെടണമെങ്കിൽ ഓരോരോ വെബ്സൈറ്റുകളുണ്ട്. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരാളെ പറ്റി നമുക്ക് പറയണോ, നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ കണക്ഷൻ ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റില് അയാളുടെ വെബ്സൈറ്റിൽ പോയിട്ട് അയാളുടെ വെബ്സൈറ്റ് അടിച്ചാൽ ഓണായാൽ അയാളുടെ ഫുൾ ഡീറ്റെയിൽസും കുടുംബം ബന്ധും അയാൾ എവിടൊക്കെ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കടക്കണമെങ്കിൽ അയാളുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിന് ചില പ്രത്യേകമായ കോഡുണ്ട്. www. അയാളുടെ സീക്രട്ട് കോഡും കൂടി അടിക്കണം, എന്നാലും അയാളുടെ വെബ്സൈറ്റ് തുറക്കും. അങ്ങനെയുണ്ട്. എന്നപോലെ നമ്മളിപ്പോ ശരീരത്തിൽ നിൽക്കുന്ന നമ്മള് ഔലിയാഹിന്റെ ലോകമായിരിക്കുന്ന തരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്, മുശാഹദ, മുറാഖബ തുടങ്ങിയ അല്ലാഹുമായി അടുക്കുന്ന ഇഷ്ടദാസന്മാർക്ക് അന്ന് കൊടുക്കുന്ന പ്രത്യേകമായ ചില ഡിഗ്രികൾ, ചില സ്ഥാനങ്ങൾ, ചില മർത്തബകൾ, ചില പദവികൾ, അവിടേക്ക് കയറി ചെല്ലാൻ ബഹുമാനപ്പെട്ട അഹ്മദുൽ ഖദീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചതാണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ചൊല്ലിക്കോളൂ, ഹാ ഹൂ ഹീ ഹയ്യോ, ഹാ ഹൂ ഹീ ഹയ്യോ, ഹാ ഹൂ ഹീ ഹയ്യോ. ഈ ദിക്ർ ചൊല്ലിയാൽ ശരീഅത്തിലുള്ള തരീഖത്തിലേക്കും, തരീഖത്തിൽ നിന്ന് മഅരിഫത്തിലേക്കും, മഅരിഫത്തിൽ നിന്ന് ഹഖീഖത്തിലേക്കും, മുശാഹദയിലേക്കും, മുറാഖബയിലേക്കും കയറി വരാനുള്ള ചില കോഡ് ഭാഷകളാണിത്. അതിന്റെ തെളിവ് അടുത്ത ദിക്ർ നമ്മൾ റാത്തീബ് നോക്കിയാ, അടുത്ത ദിക്ർ നോക്കിയാ കാണാം. അല്ലാഹു ഹാമിദി, അല്ലാഹു നാദിറു, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു അല്ലാതെ വേറൊന്നില്ലാത്ത ഫനാഇന്റെ മഖാമിലെത്തപ്പെടുന്ന ആ പ്രത്യേകമായ മർത്തബയിലേക്ക് ചേരപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുണ്ടോ അവരോടാണ് തരീഖത്തിന്റെ മശായിഖന്മാര് പറയുന്നത്, ചൊല്ലിക്കോളൂ ഹാ ഹൂ ഹീ ഹയ്യോ. അത് ചില വലിയ വലിയ അറിവുകൾ തുറക്കാനുള്ള കോഡ് ഭാഷയാണ്. കമ്പ്യൂട്ടറിന്ന് ഇന്റർനെറ്റ് ഓണാകുമ്പോ കോഡടിക്കുന്നത് പോലെ ശരീഅത്തിന് തരീഖത്തിലേക്ക് വരുന്ന ചില കോഡുകളുണ്ട്. അവിടുന്ന് വലിയ വലിയ ദറജകൾ തുറക്കാൻ ചില കോഡുകളുണ്ട്. ആ കോഡുകളാണ് തരീഖത്തിന്റെ മശായിഖന്മാര് നമുക്ക് പഠിപ്പിച്ച് തന്നത് എന്ന് ആധുനിക ലോകത്ത് നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാകുന്നത്.
അങ്ങനെ എന്തൊക്കെയാ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ലോകത്ത് പുരോഗതി വരുമ്പോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാ, കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് ഒക്കെ വന്നു, TV വന്നു, ഇനി ഒറ്റ മക്കളെ നിസ്കരിക്കാൻ കിട്ടില്ല കേട്ടോ. അല്ലാ, പണ്ടാരം വേഗം തല്ലിപ്പൊളിച്ച് കളയടാ. നമ്മള് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, പണ്ട് ഇവിടെ ട്രാക്ടർ വന്നപ്പോ പ്രകടനം നടത്തിയിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഈ ട്രാക്ടറൊക്കെ അടിച്ചു പൊളിക്കണം, കാരണം കമ്പ്യൂട്ടർക്ക് ജോലി ഉണ്ടാവില്ല. ആ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. TV വളരട്ടെ, ഇന്റർനെറ്റ് വളരട്ടെ, കമ്പ്യൂട്ടർ ജനിക്കട്ടെ, ടെസ്റ്റ് ട്യൂബ് ശിശു പിറക്കട്ടെ, ക്ലോണിംഗ് വളരട്ടെ. എന്താ പറഞ്ഞേ? അപ്പൊ കുറെ സമയം ദിക്ർ എടുക്കുന്നതിന് പകരം കുറച്ച് ടൈം കൊണ്ട് കുറെ ദിക്ർ ചെല്ല. അതാണ് ഹാ ഹൂ ഹീ ഹയ്യുൻ. ഇനി അത്തയ്യാത്തൊക്കെ കൊണ്ട് ഷോർട്ടാക്ക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ഒന്നും വേണ്ടല്ലോ, ദിന്ദിം മാമ ദിന്ദിം മാമ ദിന്ദിം അസ്സലാമു അലൈക്കും. എത്ര എളുപ്പമുണ്ട് പണി അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ഒരു ദിമ്മെടുത്തു, വഅലാ ആലി മുഹമ്മദിൻ അടുത്ത ദിന്നെടുത്തു, പിന്നെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം ഒരു മാടുത്തു. അങ്ങനെ ദിന്ദിം മാമ ദിന്ദിം മാമ ദിന്ദിം. എത്ര പണിയുണ്ട്. ഇങ്ങനെയാണോ ഇസ്ലാം? ഈ ഷോർട്ട് പണി വേണോ? വേണ്ടാന്നാ പറഞ്ഞേ. മാത്രല്ല പ്രിയമുള്ളവരെ, എന്നോട് എന്റെ വാപ്പാന്റെ സുഹൃത്തെ, അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ ഇങ്ങനെ വരിക. അപ്പൊ പള്ളിയിൽ ഇങ്ങനെ റിഫായി റാത്തീബിന് വേണ്ടി ചോറിങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ മൂപ്പരനോട് പറയാണ്, ഈ റിഫായി റാത്തീബിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇങ്ങനത്തെ ദിക്റുകളെ കൂടുതൽ. ഹാ ഹൂ ഹി ഹയ്യ ഹീഹം ഹീഹം ആഹ് ആഹ് ലാ 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 ഇല്ല ഇല്ല, ഇങ്ങനെയുള്ള ദിക്റുകളാണ്. അപ്പോ മൂപ്പര് പറയും ഈ ദിക്ർ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ളതിനെ ഹാ ഹൂ ഹി ഹയ്യ എന്ന് ഷോർട്ടാക്കി പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ നെയ്ച്ചോറിന്റെ പോത്തിന്റെ മണം തട്ടിയാല് പിന്നെ എങ്ങനെ ഫുള്ളായിട്ട് ചെല്ലാൻ പറ്റുക? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഷോർട്ടാക്കിയതെന്ന് മൂപ്പര് പറയണ്ടായി. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നമ്മളിങ്ങനെ ഷോർട്ട് ദിക്ർമ കൂടണ്ട, ഇതൊന്നും ശരിയല്ല. അതുപോലെ തന്നെ കാണാം ലാ ഐനഹ ഇല്ലല്ലാഹ് ലാ അൻഫഹ ഇല്ലല്ലാഹ് ലാ ഉദ്നഹ ഇല്ലല്ലാഹ് ലാ ബത്നഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, എന്താ അതിന്റെ അർത്ഥമെന്നറിയോ? ലാ കണ്ണഹ ഇല്ലല്ലാഹ് ലാ മൂക്കഹ ഇല്ലല്ലാഹ് ലാ നാക്കഹ ഇല്ലല്ലാഹ് ലാ പള്ളഹ ഇല്ലല്ലാഹ്. ഞാൻ അത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഇങ്ങനൊക്കെ ദിക്റുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ 366 വക മൗലിദ് കിതാബിലുള്ളതാ. ഞാൻ വേണമെങ്കിൽ ഇതിങ്ങനെ ഇതിപ്പോ പറഞ്ഞിങ്ങനെ ഷോർട്ട് ആയതാണ് കേട്ടോ. 2 പേജോളുണ്ട്. ഞാൻ അങ്ങനെ എടുത്തുവെച്ച് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ വായിക്കാൻ ഒരു തലക്കന്ന് കുറെ ഉണ്ട്. അന്തല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ് അന്തല്ലദീ അല്ലംതനാ ലാ അൻഫ ഇല്ലല്ലാഹ്. പിന്നെ അങ്ങനെ വരുന്നുണ്ട് ലാ ഉദന ഇല്ലല്ലാഹ് ലാ സമ ഇല്ലല്ലാഹ് ലാ ബസറ ഇല്ലല്ലാഹ് ലാ സിന്ന ഇല്ലല്ലാഹ്. എന്താണ്? ലാ പല്ല ഇല്ലല്ലാഹ് ലാ റിജ ഇല്ലല്ലാഹ് ലാ കാല ഇല്ലല്ലാഹ്. അങ്ങനെ ലാ യദ ഇല്ലല്ലാഹ് ലാ കയ്യ ഇല്ലല്ലാഹ് ലാ ബത്തന ഇല്ലല്ലാഹ് ലാ പള്ള ഇല്ലല്ലാഹ് ലാ ലിസാന ഇല്ലല്ലാഹ് ലാ നാക്ക ഇല്ലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ദിക്റുകൾ അത്രേ. ഇതൊക്കെ മൗലിദ് കിതാബിലുള്ളതാ. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നു ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുകളോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദിക്റുകളാ. പ്രിയമുള്ളവരെ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ വസഖീലതാനി ഫിൽ മീസാൻ വഹബീബതാനി ഇലർ റഹ്മാൻ. നാവിന് കനം കുറഞ്ഞ മീസാനിൽ കനം കൂടുന്ന അല്ലാഹുക്ക് ഇഷ്ടമുള്ള 2 ദിക്റുകള് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ധാരാളമായി ചൊല്ലിക്കോ. വാഹനത്തിലൂടെ യാത്ര ചെയ്യുകയാണോ, ഡ്രൈവ് ചെയ്യുകയാണോ, ഉമ്മമാര് അടുക്കളയിലൂടെ പാചകം ചെയ്യുകയാണോ, ചൊല്ലിക്കോ. ധാരാളം ദിക്റുണ്ടാകട്ടെ. ധാരാളം ദിക്ർ ചൊല്ലുക. എന്നാൽ അല്ലാഹുവിനെ ചീത്ത പറയണ പോലെ ആവരുത്. ഇന്ന് സ്വലാത്ത് കൊണ്ട് ആഭാസാൻ. ഇനിയോ സുന്നത്തായ സ്വലാത്ത് തൗഹീദ് മാത്രമാ. ബിദ്അത്തായ സ്വലാത്തുകളിലാണ് ശിർക്ക് കടന്നു വരുന്നത്. ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങിയില്ലയോ? ഇന്ന
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു തആല പറയാ, അല്ലാഹ് റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ. ആയത്തിറങ്ങി സഹാബത്തോടി വരുന്ന പ്രവാചകന്റെ മുമ്പിൽ കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാനുള്ളത്? അല്ലാഹുവിന്റെ മുത്ത റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വഹീന്റെ അടിസ്ഥാനത്തിലുള്ള സ്വലാത്താ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് വരുന്ന സ്വലാത്തുൽ ഇബ്രാഹിമിയ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്താ സ്വലാത്തിന്റെ അർത്ഥമെന്നറിയുമോ? അല്ലാഹുവേ സല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹ്. കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ വീണ്ടും അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനോ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടമാ, അതാണ് ഒറിജിനൽ സ്വലാത്ത് എന്ന് പറയുന്നത്. എന്നാൽ കോഴിക്കോട് നിന്നുണ്ടാക്കിയ ബിദ്അത്തായ സ്വലാത്തുകളിലോട് ഖുദ്ബിയദീ കദലാക തഹീലതി വഅദിരിക്നി യാ റസൂലല്ലാഹ്, ഖുദ്ബിയദി എന്റെ കൈക്കൊന്ന് പിടിക്കണേ, കദലാക തഹീലതി എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിരിക്കുകയാണ്, വഅദിരിക്നി യാ റസൂലല്ലാഹ്, എന്നെയൊന്ന് സ്വീകരിക്കണേ നബിയേ. നമുക്ക് വേണ്ടി നബിയോടുള്ള തേട്ടമാ. ഇതാണ് പ്രിയമുള്ളവര് സുന്നത്തും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസമെങ്കിലോ, ഇതാണ് തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസമെങ്കിലോ, ഇതാണ് റസൂലും സമസ്തയും തമ്മിലുള്ള വ്യത്യാസമെങ്കിലോ, അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ റിസാലത്തിന്റെ പൂച്ചുണ്ട് കൊണ്ട് പഠിപ്പിച്ചതിലോ, അല്ലാഹുവിനോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടമാ. കോഴിക്കോട് നിന്ന് പഠിപ്പിച്ചതിലോ നമുക്ക് വേണ്ടി നബിയോടുള്ള തേട്ടമാ. സുന്നത്തുകളൊക്കെ അങ്ങനെയാ. ഇപ്പൊ നമ്മള് ബാങ്ക് കേൾക്കുന്നുണ്ട്, ബാങ്കിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ പേരും നാമം മുഴങ്ങിയ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മുഴങ്ങിയ ബാങ്കിന് ശേഷം എങ്ങനെയാ പ്രാർത്ഥിക്കുക? اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة. ഈ വിളിയുടെ പരിപൂർണമായ നാഥ, വിളിയുടെ പരിപൂർണമായ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രവാചകന് നീ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ആരോടാ പ്രാർത്ഥന? അള്ളാഹിനോട്, നബിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു വാദമൊക്കെ നടന്ന് റസൂലുള്ളാഹിന്റെ മതവും ചരിത്രമൊക്കെ പറഞ്ഞ് വാദം പറഞ്ഞ് ആരോടാ പ്രാർത്ഥിക്കുക? അല്ലയോ പുന്നാര നബിയേ, അവിടത്തെ ഒരുപാട് മദ്ഹ് പറഞ്ഞും പാടിയുമുള്ള സദസ്സാണ്. ഇതിനെ വെറുതെ ആക്കല്ല നബിയേ. ആരൊക്കെ അറിയാഭരണങ്ങൾ മാലകളെ പാദസരങ്ങൾ ഊരിത്തുന്നവരുണ്ടോ, എല്ലാം പരിഗണിക്കണേ നബിയേ. നമുക്ക് വേണ്ടി നബിയോട് തേടാ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബില് സ്വലാത്ത് നഗർ നടിച്ചു കൊടുത്ത ആദ്യം വന്ന ക്ലിപ്പ് ഏതാ എനിക്കെന്നറിയോ? അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്, നിങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. ഖത്താബങ്ങളെ കണ്ണച്ചുടു തങ്ങള്, പാപികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്. അപ്പൊ ആളുകൾ ഇങ്ങനെ ആമീൻ 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 എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാ? നമ്മൾ പറയുന്നു നബിയോടല്ല, ആ റസൂല് പറയാ അള്ളാഹിനോട് തേടാൻ.